കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സിഇഒ അനൂപ് അംബികയുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സിഇഒ ആയിട്ടുള്ള അനൂപ് അംബിക സാറാണ്. നമസ്കാരം സർ. നമസ്കാരം. പരിപാടിയിലേക്ക് സ്വാഗതം. താങ്ക് യു. എന്നെ വിളിച്ചതിന് വളരെയധികം നന്ദി. നമുക്കറിയാം, ഇപ്പം വളരെ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ് സ്റ്റാർട്ടപ്പ്. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടപ്പ് എന്ന ടൈമിലേക്ക് നമുക്ക് വരണം. അതിനു മുൻപ് സാർ എങ്ങനെയാണ് ഈ സിഇഒ ആ ഒരു പോസ്റ്റിലേക്ക് എത്തിപ്പെടുന്നത്? ഞാനൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. TKM എഞ്ചിനീയറിംഗ് കോളേജിലാണ് 1995 ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പാസ്സായി. അതിനുശേഷം 2 വർഷത്തോളം GE മെഡിക്കൽ സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ബാംഗ്ലൂർ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞാനൊരു 7 വർഷത്തോളം US വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് 2004 ഞാൻ എൻ്റെ ആദ്യത്തെ കമ്പനി ടെക്നോപാർക്കിൽ തുടങ്ങി, ക്രിയേറ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ്. 2004 മുതൽ ഏകദേശം 2022 വരെ ഞാനൊരു സംരംഭകൻ തന്നെയായിരുന്നു. കമ്പനികൾ ബിൽഡ് ചെയ്യുക, അത് ഓടിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു തൊഴിൽ. ആദ്യത്തെ കമ്പനി അക്വയർഡായി. രണ്ടാമത്തെ കമ്പനി മറ്റൊരു US കമ്പനി വന്ന് വാങ്ങിച്ചു. അപ്പോൾ ആ സമയത്താണ് ഈ സ്റ്റാർട്ടപ്പ് മിഷൻ സിഇഒ എന്ന് പറയുന്ന പോസ്റ്റ് ഓപ്പണായി കണ്ടത്. അപ്പോൾ കരിയറിൻ്റെ ഒരു അടുത്ത ഘട്ടം എന്നുള്ള രീതിയിൽ ഇത്രയും കാലം നമുക്ക് കിട്ടിയ അനുഭവങ്ങളും അറിവുകളും ഇതിനുവേണ്ടി ഉപയോഗിക്കാൻ കഴിയും എന്നൊരു തോന്നൽ എനിക്ക് വന്നുകൊണ്ട് ഞാൻ അതിന് അപ്ലൈ ചെയ്തു. അങ്ങനെ ഒരു ഇന്റർവ്യൂവിനെ ബേസ് ചെയ്ത് എനിക്ക് കിട്ടി. അങ്ങനെയാണ് ഞാൻ ഇതിൽ എത്തിപ്പെടുന്നത്. ആദ്യം പറഞ്ഞു ഇങ്ങനെ ജോലി ചെയ്ത കാര്യം പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആ ലെവലിലോട്ട് ഒരു തോട്ട് വരുന്നത് എങ്ങനെയാണ്? ഞാൻ അതിനെ എപ്പോഴും ഒരു 30 ഇയർ റിച്ച് എന്ന് വിളിക്കും. അതായത് 30 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒന്ന് തോന്നി തുടങ്ങി എന്താണ് നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഒരു ട്രഡീഷണൽ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലി കിട്ടുക, ആ ജോലിയിൽ നിന്ന് അല്പം സമ്പാദ്യം ഉണ്ടാക്കുക, ചില മെറ്റീരിയൽ പ്ലഷേഴ്സ്, അതായത് ഒരു കാറ് വാങ്ങിക്കുക, ഒരു വീട് വെക്കുക, ഇങ്ങനെയൊക്കെയുള്ള സാധാരണ മോഹങ്ങളാണ് എപ്പോഴും ഈ കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. എൻ്റെയും ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല. എനിക്കും അത് തന്നെയായിരുന്നു ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി എന്ന് ഞാൻ പറയില്ല, കാരണം അത്ര വലിയ കാശൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ പോലും നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഈഗർനെസ് ടു മേക്ക് മണി എന്ന് ഞാൻ പറയും, കാശുണ്ടാക്കാനുള്ള ഒരു ത്വര, അത് പെട്ടെന്ന് അങ്ങ് പോകും. പ്രത്യേകിച്ച് ഒരു 30 വയസ്സിനോട് അടുക്കുന്തോറും അത് കുറഞ്ഞു വരും. 30 വയസ്സിൽ നമ്മൾ തിരിഞ്ഞാലോചിക്കുമ്പോൾ നമ്മൾ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, സമൂഹത്തിൽ എന്ത് മാറ്റമാണ് നമുക്ക് വരുത്താൻ കഴിഞ്ഞിട്ടുള്ളത്, എന്താണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്തത് എന്നൊക്കെയുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ കടന്നു വന്നു. മറ്റൊന്ന് എനിക്കൊരു തോന്നലുണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മാനേജർമാരെക്കാട്ടിലും മിടുക്കനാണ് എന്നൊരു തോന്നൽ എപ്പോഴും എന്നെ ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ എനിക്ക് തനിച്ചെന്തെങ്കിലും ചെയ്താൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്നതിനെക്കാട്ടിലും ബെറ്ററായിട്ട് ചെയ്യാൻ കഴിയും എന്നൊരു തോന്നലുണ്ടായി. 2, എൻ്റെ ടേമിൽ വർക്ക് ചെയ്യണം, അതായത് എനിക്കിഷ്ടമുള്ളപ്പോൾ എനിക്ക് ജോലി എടുക്കണം എന്നുള്ളൊരു തോന്നലും എനിക്കുണ്ടായി. അപ്പോൾ അതും അല്പം ഒരു സ്വാതന്ത്ര്യത്തോടെ പണിയെടുക്കാൻ നമ്മുടെ തന്നെ കമ്പനിയാകുമ്പോൾ നമുക്ക് കഴിയും. അതൊരു കാര്യം. പിന്നെ ഒരു എംപ്ലോയി അല്ലെങ്കിൽ എല്ലാ കാലവും ഒരു ജോലിയിൽ തുടർന്നാൽ നമുക്കുണ്ടാക്കാവുന്ന സമ്പാദ്യത്തിനൊരു കണക്കുണ്ടെന്നും അതിനപ്പുറത്തേക്ക് നമുക്ക് കുറച്ചുകൂടി വലിയ ഒരു സമ്പാദ്യം നേടണമെങ്കിൽ അല്ലെങ്കിൽ വെൽത്ത് നേടണമെങ്കിൽ ബിസിനസ്സാണ് അതിനുള്ള ഏറ്റവും ലീഗലായിട്ടുള്ള മെത്തേഡ് എന്നുള്ളതും ഞാൻ റിയലൈസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ 3-4 കാര്യങ്ങൾ ഒരുമിച്ച് വന്നപ്പോഴാണ് എന്നാൽ ശരി ഒരു കമ്പനി തുടങ്ങിയേക്കാം എന്നൊരു തോന്നൽ വന്നു. അതിൽ കമ്പനി തുടങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ പേടിക്കുന്ന ഒരു അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള റിസ്ക് ആണല്ലോ. അപ്പൊ ആ റിസ്കിനെ എങ്ങനെയാണ് നോക്കിക്കണ്ടത്? അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ ഒരു 21 മുതൽ 30 വയസ്സ് വരെ ജോലി ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയ ഒരു സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത് എനിക്കൊരു വലിയ സഹായമായിരുന്നു. എനിക്ക് കുറച്ച് പൈസ ബാങ്കിൽ കിടപ്പുണ്ടായിരുന്നു. ഞാൻ അന്ന് കമ്പനി തുടങ്ങുമ്പോൾ എനിക്ക് വേണ്ടിയിരുന്ന മൂലധനം എന്ന് പറയുന്നത് 25 ലക്ഷം രൂപയായിരുന്നു. അപ്പം ഞാൻ 5 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്നിട്ടു. ഞാൻ എൻ്റെ കൂട്ടുകാരോടെല്ലാം പറഞ്ഞു ഞാനിങ്ങനെ ഒരു കമ്പനി തുടങ്ങുകയാണെന്ന്. അതിലൊരു 10ഓളം പേര് പറഞ്ഞു ഞങ്ങളും 5 ലക്ഷം രൂപ വീതം ഇടാം. ഞാൻ അതിൽ വളരെ അടുപ്പമുള്ള 4 പേരെ ചൂസ് ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് ഒരു 20 ലക്ഷം രൂപ കിട്ടി. അങ്ങനെ 25 ലക്ഷം രൂപ മൂലധനം സ്വരൂപിച്ചതിന് ശേഷമാണ് ഞാൻ ഈ കമ്പനി തുടങ്ങുന്നത്. അപ്പം ന്യായമായിട്ടും അവിടെ എനിക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ശമ്പളത്തിലൊരു വലിയ ഇടിവ് സംഭവിക്കും. എനിക്കൊരു ഫൈനാൻഷ്യൽ പ്ലാൻ ഉണ്ടായിരുന്നു. അതായത് ഈ 25 ലക്ഷം രൂപ വെച്ച് അടുത്ത ഒരു 12 മാസത്തേക്ക് ഈ കമ്പനി ഓടിച്ചുകൊണ്ട് പോവാം എന്ന രീതിയിലുള്ളൊരു ഫൈനാൻഷ്യൽ പ്ലാൻ എൻ്റെ മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം റെഡിയാണ്. എത്ര കാലം നമ്മൾ ഈ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായൊരു ബോധമുണ്ട്. നമ്മുടെ മുന്നിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ 12 മാസത്തിൽ നമ്മുടെ കമ്പനി റവന്യൂ മേക്കിംഗ് ആയില്ലെങ്കിൽ അല്ലെങ്കിൽ ആദായകരമായി മാറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു
നമ്മളുടെ ഒരു റിസ്ക് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ അവിടെ കമ്പനി നിർത്തണമെന്നാണ് ഞങ്ങളോട് മാനേജ്മെന്റ് യു ഹാവ് ടു ഹാവ് എൻ എക്സിറ്റ് പ്ലാൻ എന്ന് പറയും. അതായത് ഒരു ഘട്ടത്തിൽ നമുക്ക് തീർത്തും ഇത് വർക്ക് ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് പൂട്ടിക്കെട്ടി അടുത്ത കമ്പനി തുടങ്ങണം എന്നാണ് എപ്പോഴും പറയുന്നത്. പക്ഷെ അവിടെയാണ് എപ്പോഴും സംരംഭകന് അല്പം ഒന്ന് പതറുന്നത്. കാരണം നമ്മുടെ ഒരു സ്വെറ്റ് ആൻഡ് ബ്ലഡ്, നമ്മുടെ ജീവനും രക്തവും കൊടുത്താണ് നമ്മളൊരു കമ്പനിയെ പടുത്തുയർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പെട്ടെന്ന് അങ്ങ് അടച്ചുപൂട്ടി വീട്ടിൽ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടൊരു കാൽക്കുലേറ്റഡ് റിസ്ക് എപ്പോഴും നമ്മൾ എടുക്കണം. ചിലപ്പോൾ ഒരു 6 മാസം കൂടെ നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്ത് പോയേക്കാം. പക്ഷേ ഇൻഡെഫിനിറ്റ് ആയിട്ട് ഒരു അന്ത്യവും ഇല്ലാത്ത രീതിയിൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയും നമ്മൾ വീണ്ടും വീണ്ടും കാശ് ചിലവാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ഈ പറയുന്ന ഒരു കടക്കെണിയിലേക്കൊക്കെ നമ്മൾ വീഴുന്നത്. അപ്പോൾ അതുകൊണ്ട് സംരംഭം തുടങ്ങുന്ന എല്ലാ ആൾക്കാരോടും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ നിങ്ങളൊരു മൂലധനം സ്വരൂപിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരിൽ നിന്ന് നമ്മളും അല്പം പൈസ ഇടുക, പക്ഷേ മറ്റുള്ളവരിൽ നിന്നുകൂടി അല്പം പൈസ സ്വരൂപിക്കാൻ ശ്രമിക്കുക. അത് വെച്ചിട്ട് നമുക്ക് ഈ കമ്പനി എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു സാമ്പത്തികമായ പ്ലാനിങ് ഉണ്ടാകുക. ആ സാമ്പത്തികമായ പ്ലാനിങ് അല്പം ഒന്ന് പതറിപ്പോയാലോ ഇടറിപ്പോയാലോ നമുക്കൊരു പ്ലാൻ ബി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഇനി എത്ര കാലം കൂടി ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകും എന്നൊരു ഉറച്ച ധാരണ ഉണ്ടാകുക. ആ ഉറച്ച ധാരണയുടെ ബേസിസിൽ നമ്മൾ ഒന്നുകിൽ മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ അതിൽ നിന്ന് ഇറങ്ങുക എന്നുള്ള. കാരണം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഈ സംരംഭങ്ങൾ പരാജയപ്പെടാം, പക്ഷെ സംരംഭകൻ പരാജയപ്പെടില്ല. സംരംഭകന് വേറെ ഒട്ടനവധി മാർഗ്ഗങ്ങൾ, ഒരു ബിസിനസ് അല്ലെങ്കിൽ വേറൊരു ബിസിനസ് ഉണ്ട്. നമുക്ക് ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന ഒട്ടനവധി ബിസിനസ് ഐഡിയാസ് നമുക്ക് ചുറ്റും തന്നെയുണ്ട്. അപ്പോൾ ഒന്ന് പരാജയപ്പെട്ടാലും നമുക്ക് മറ്റേതിലേക്ക് പോകാൻ കഴിയും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു വലിയ കടക്കണിയിലേക്ക് നമ്മൾ സ്വയവും നമ്മളോടൊപ്പം നമ്മുടെ കുടുംബത്തെയും വലിച്ചിടരുത് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നമുക്ക് വീണ്ടും ആ ആദ്യത്തെ ചോദ്യത്തിന്റെ ഒരു പാർട്ടിലേക്ക് തിരിച്ചു വരാം. സ്റ്റാർട്ടപ്പ് എന്ന് കേൾക്കുമ്പോൾ പൊതുവിൽ നമ്മളെന്താ സ്റ്റാർട്ടപ്പ് എന്ന് പല സാധാരണക്കാർക്കും ഒരു സംശയം ഉണ്ടാവും. സാർ അത് വളരെ ലളിതമായ വാക്കുകളിൽ നമുക്കൊന്ന് പറഞ്ഞു തരാമോ എന്താണ് സ്റ്റാർട്ടപ്പ്? അപ്പം ഞാനതിനെ ഒരു 3ആയിട്ട് തരംതിരിക്കാം. നമുക്ക് ചുറ്റുമുള്ള കമ്പനികളെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ കമ്പനികളെ കാണാറുണ്ട്. വലിയ കമ്പനികളെന്ന് ഞാൻ പറയാം, അപ്പം പണ്ടുള്ളവർ കണ്ടിട്ടുള്ള വലിയ കമ്പനികളെന്ന് പറഞ്ഞാൽ FACT, കൊച്ചിൻ ഷിപ്പ്യാർഡ്, BPCL അല്ലെങ്കിൽ കൊച്ചിൻ റിഫൈനറി, കാർബറണ്ടം, സിന്തൈറ്റ്, ഇങ്ങനെ ഒരുപാട് വലിയ, ഇപ്പം തിരുവനന്തപുരത്തുള്ള കമ്പനികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാൻ ലൈഫ് കെയർ പോലെയുള്ള കമ്പനികൾ, ടെറുമോ പെൻപോൾ പോലെയുള്ള കമ്പനികൾ, അങ്ങനത്തെ വലിയ കമ്പനികളെ നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഒരു 10-500 1000 പേര് അല്ലെങ്കിൽ അതിലധികം പേര് ജോലിയെടുക്കുന്ന കോടിക്കണക്കിന് രൂപ ടേൺ ഓവറുള്ള വലിയ കമ്പനികൾ. ദീസ് ആർ ബിഗ് എന്റർപ്രൈസസ്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നതാണ് കൊച്ചു കൊച്ചു കമ്പനികൾ. ഒരു നട്ട് അല്ലെങ്കിൽ ഒരു ബോൾട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ഷൂ മാനുഫാക്ചറിങ് യൂണിറ്റ്. ഞങ്ങളൊക്കെ കുഞ്ഞായിരിക്കുമ്പം ഈ പാരഗണിന്റെ ചെറിയ ഫ്രാഞ്ചൈസീസ് ഉണ്ടാകും. അവർ ഈ റബ്ബർ ഷീറ്റ് കൊടുക്കും, എന്നിട്ട് അവിടെ വെച്ച് തന്നെ നമ്മുടെ സൈസിന് ചപ്പലുണ്ടാക്കി തരും. അതൊരു ചെറുകിട യൂണിറ്റ് ആണ്. ഒരു ചെറുകിട ഇടത്തരം യൂണിറ്റ് അല്ലെങ്കിൽ MSME എന്ന് നമ്മൾ വിളിക്കുന്ന ആ വിഭാഗത്തിൽപ്പെടുന്ന കമ്പനികളാണ് അത്തരത്തിലുള്ള കമ്പനികൾ. ഒരു 10 കോടിയിൽ താഴെ റവന്യൂ ഉള്ള, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ മാത്രം 100 പേരിൽ താഴെ ജോലിയെടുക്കുന്ന യൂണിറ്റുകളെയാണ് നമ്മൾ പൊതുവേ ചെറുകിട ഇടത്തരം യൂണിറ്റുകൾ എന്ന് പറയുന്നത്. നമ്മളുടെ ഒരു പബ്ലിക് പെർസെപ്ഷൻ, അതായത് ആൾക്കാർ നോക്കിക്കാണുമ്പോൾ ഈ ചെറുകിട ഇടത്തരം വ്യാവസായിക യൂണിറ്റുകളെയും സ്റ്റാർട്ടപ്പുകളെയും കൂടിക്കുഴയാനുള്ള ഒരു ടെൻഡൻസി വളരെ കൂടുതലാണ്. സ്റ്റാർട്ടപ്പ് എന്താണെന്ന് ഞാനൊരു വളരെ സിമ്പിളായിട്ടൊന്ന് പറയാം. നമുക്കൊരു ഉൽപ്പന്നം, ഒരു പ്രോഡക്റ്റ്, പ്രോസസ്, അതായത് ആ ഉൽപ്പന്നം ഉണ്ടാക്കുന്ന രീതി, ബിസിനസ് മോഡൽ, ആ ഉൽപ്പന്നം നമ്മൾ വിപണിയിലേക്ക് എത്തിക്കുന്ന രീതി, ഈ 3 കാര്യങ്ങളിൽ നൂതനമായി എന്തെങ്കിലും ഒരു സാങ്കേതിക വിദ്യയോ ആശയമോ സന്നിവേശിപ്പിച്ച് ഒരു വലിയ സെറ്റ് ഓഫ് ആൾക്കാരിലേക്ക് ആ പ്രോഡക്റ്റിനെ എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്ന് കരുതുക. അതുവഴി നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലുള്ള ധനം അല്ലെങ്കിൽ ആദായം നമുക്ക് ആ കമ്പനിയിൽ നിന്നുണ്ടാക്കാൻ കഴിയുന്നു എന്ന് കരുതുക. അപ്പോഴാണ് അതിനെ ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. ഞാൻ ഇംഗ്ലീഷിൽ അത് പറയുകയാണെങ്കിൽ, ഇഫ് യു ഇന്നോവേറ്റ് എ പ്രോഡക്റ്റ്, എ പ്രോസസ് ഓർ എ ബിസിനസ് മോഡൽ സോ ദാറ്റ് യു ക്യാൻ സെർവ് എ ലാർജ് എമൗണ്ട് ഓഫ് കസ്റ്റമേഴ്സ് ആൻഡ് ക്രിയേറ്റ് എൻ ഇല്ലോജിക്കൽ എമൗണ്ട് ഓഫ് വെൽത്ത് ഇൻ ദാറ്റ് പ്രോസസ്, അപ്പോഴാണ് നമ്മളതിനെ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും അതിന് എക്സാമ്പിൾസ് ആയിട്ട് 2-3 കാര്യങ്ങൾ പറയാറുണ്ട്. ഒന്ന് ബുക്ക് മൈ ഷോ ആണ്. അതായത് നമ്മൾ പണ്ട് ടിക്കറ്റ് എടുത്തുകൊണ്ടിരുന്നത്, ഞാനൊക്കെ ടിക്കറ്റ് എടുത്തുകൊണ്ടിരുന്നത് ഈ പറയുന്ന കമ്പി വേലികൾക്കിടയിൽ കിടന്ന് ഇടികൂടിയും ആൾക്കാരുടെ തലയിൽ ചവിട്ടി ക്യൂവിന് മുന്നിലെത്തിയാണ് ഫസ്റ്റ് ഷോയ്ക്ക് നമ്മളൊരു ടിക്കറ്റ് എടുക്കുന്നത്. ഇന്നത് ആരും ചെയ്യാറില്ല. എല്ലാവരും അവരവരുടെ കമ്പ്യൂട്ടറിലോ ഫോണിലോ പോയി ബുക്ക് മൈ ഷോ എടുക്കുന്നു, ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. അതുവഴി എന്താണ് സംഭവിച്ചത്? ബുക്ക് മൈ ഷോ വഴിയാണ് ഇന്ന് ഇന്ത്യയിലെ എല്ലാ തിയേറ്ററുകളിലെയും ടിക്കറ്റ് ആൾക്കാർ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഏകദേശം 100 കോടിയോളം വരുന്ന ജനങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാനുള്ള ഒരൊറ്റ പ്രോഡക്റ്റായിട്ട് ബുക്ക് മൈ ഷോ എന്ന് പറയുന്ന ആപ്പ് മാറുന്നു. അതുവഴി ബുക്ക് മൈ ഷോയ്ക്ക് ഒരു വലിയ എമൗണ്ട് ഓഫ് റവന്യൂ ഉണ്ടാകുന്നു. അപ്പോൾ ഒരു വലിയ കമ്പനി ഫോം ചെയ്യുന്നു. ഇത്തരത്തിലുള്ള മാറ്റങ്ങളെയാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. ഇനി അത് ആൾക്കാർ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇതെപ്പോഴും ഈ കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺ, സോഫ്റ്റ്വെയർ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണോ
സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്നത്. അങ്ങനെയല്ല. അപ്പോൾ അതിന് ഞാൻ സാധാരണ പറയുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കിയ കമ്പനികളിലൊന്നാണ് ഈ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അവരുണ്ടാക്കിയത് എന്താണ്? ഒരു വാക്സിനാണ് ഉണ്ടാക്കിയത്. പക്ഷേ ആ വാക്സിൻ പെട്ടെന്ന് ഉണ്ടാക്കുകയും ആ വാക്സിൻ 100 കോടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുകയും അതിൽ നിന്ന് ഓരോ വാക്സിനും 500 രൂപ വീതം റവന്യൂ കിട്ടുകയും ചെയ്യുന്നിടത്ത് ദേ മെയ്ഡ് അതൊരു ഇന്നോവേഷനാണ്. വാക്സിൻ പെട്ടെന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതൊരു ഇന്നോവേഷനാണ്. അത് ഒരു വലിയ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞു. അതിൽ നിന്നൊരു വലിയ എമൗണ്ട് ഓഫ് വെൽത്ത് അവർക്ക് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ ഇതൊരു മറ്റൊരു എക്സാമ്പിളാണ് ഈ പറയുന്ന സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്ന ഒരു രംഗത്തുള്ള. അപ്പോൾ ഇത് രണ്ടും എനിക്ക് ഒന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് എന്താണ് സ്റ്റാർട്ടപ്പ് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാവുമെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഭാഗത്ത് നിന്ന് ഇപ്പം ഞാനൊരു പുതിയ ഐഡിയ ആയിട്ട് വരികയാണ്. അപ്പോൾ നമ്മളെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് കേരള സ്റ്റാർട്ടപ്പ് മിഷനെ ഇതുമായി ബന്ധപ്പെട്ട്? കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ വെബ്സൈറ്റ് ഇംഗ്ലീഷിലും മലയാളത്തിലുമുണ്ട്. startupmission.gov.in എന്നുള്ളതാണ്. അതിൽ തന്നെ grants.startupmission.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ സ്റ്റാർട്ടപ്പ് മിഷൻ കൊടുക്കുന്ന സാമ്പത്തിക സഹായങ്ങളെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ ഗൈഡ് ലൈൻസും ഡീറ്റെയിൽസും അതിനകത്തുണ്ട്. ഇപ്പോൾ സെവിൽ പറഞ്ഞ പോലെ ഒരു ആശയം നമ്മുടെ മനസ്സിലുണ്ട്. ആ ആശയത്തിന് ഒരു വിപണി മൂല്യമുണ്ടെന്ന് നമ്മൾ കരുതുക. അതായത് ഒരു ആശയം എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ എനിക്ക് ചൊവ്വയിൽ പോയി ഒരു ചായക്കട തുടങ്ങണം എന്നുള്ളതാവാം എൻ്റെ ആശയം. പക്ഷേ അടുത്തൊരു 10 വർഷത്തിൽ അതിനൊരു വിപണി മൂല്യമില്ല. അത് വെച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ ഉടനെ കഴിയില്ല. നമുക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു കമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ആശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ grants.startupmission.in വരികയും അവിടെ ഐഡിയ ഗ്രാൻഡ്, അതായത് ആശയങ്ങൾക്ക് കൊടുക്കുന്ന ഗ്രാൻഡ് ഉണ്ട്, ഐഡിയ ഗ്രാൻഡിന് അപ്ലൈ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അത്തരത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിനൊരു ഫോർമാറ്റ് ഉണ്ട്, ഒരു രീതിയിലാണ് നമ്മളത് ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. അതിനെന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടപ്പ് മിഷനുമായി ബന്ധപ്പെടാം. info@startupmission.in അല്ലെങ്കിൽ വെബ്സൈറ്റിൽ തന്നെ കാണുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ നിങ്ങളെ ആ ആപ്ലിക്കേഷൻ എങ്ങനെ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു സഹായം തരാൻ നമുക്ക് കഴിയും. ഒരിക്കൽ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ സംഭവിക്കുന്നത് അതൊരു എക്സ്പെർട്ട് കമ്മിറ്റി, അതായത് ആ മേഖലയിലെ വിദഗ്ധർ അതിനെ ഇവാലുവേറ്റ് ചെയ്യും. നിങ്ങളൊരു പ്രസന്റേഷൻ അവരുടെ മുന്നിൽ നടത്തും. അവർക്ക് ചില ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ആ ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഉത്തരങ്ങൾ നിങ്ങൾ പറയണം. അങ്ങനെ ആ കമ്മിറ്റി അപ്രൂവ് ചെയ്യുന്ന ആശയങ്ങൾക്ക് 3 ലക്ഷം രൂപ വരെ സർക്കാർ ധനസഹായമായി നൽകും. അതൊരു ഗ്രാൻഡാണ്, തിരിച്ചു കൊടുക്കേണ്ടാത്ത ഒരു ഗ്രാൻഡാണ്. ആ 3 ലക്ഷം രൂപ ഉപയോഗിച്ച് നിങ്ങൾ ഇതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് എന്ന് ഞങ്ങൾ പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് മോഡൽ എന്നൊക്കെ പറയുന്ന പോലെ മറ്റൊരാൾക്കത് ആ ആശയത്തെ മറ്റൊരാൾക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ ഒന്ന് പ്രസൻറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഒരു മോഡൽ അല്ലെങ്കിൽ ഒരു POC, പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സാധനം ഉണ്ടാക്കി അത് മറ്റുള്ളവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരിക്കൽ അത്തരത്തിൽ ഒരു മോഡൽ രൂപകൽപ്പന ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് 15 ലക്ഷം രൂപ വരെയുള്ള ധനസഹായമാണ് നമുക്ക് ഇതിനെ മാർക്കറ്റിലേക്ക്, വിപണിയിലേക്ക് എത്തിക്കാനും പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട് സർക്കാർ നൽകുന്നത്. അപ്പോൾ 3 മുതൽ 15 ലക്ഷം രൂപ വരെയുള്ള ഗ്രാൻഡുകൾ കേരള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സ്റ്റാർട്ടപ്പ് മിഷൻ വഴി നിങ്ങൾക്ക് ധനസഹായമായി ലഭിക്കും. ഇനി ഒരിക്കൽ ആ 15 ലക്ഷം രൂപ തീരുകയും നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് ഉണ്ടായി, നിങ്ങൾക്കത് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാനും പറ്റുന്നുണ്ട്. പക്ഷേ പിന്നീട് നമുക്ക് എന്താണ് വേണ്ടത്? കുറച്ചുകൂടെ ഞങ്ങളതിനെ സ്കെയിലപ്പ് ക്യാപിറ്റൽ എന്ന് വിളിക്കും. അതായത് ഈ 15 മുതൽ 1 കോടി രൂപ വരെയുള്ള തുക, അതായിരിക്കും നമുക്ക് പലപ്പോഴും നമുക്ക് മാർക്കറ്റിംഗ് വേണം, പ്രൊഡക്ഷൻ വേണം, എന്തെങ്കിലും അപ്രൂവലുകൾ എടുക്കണം. ഇപ്പോൾ ഫുഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ FSSAI അപ്രൂവൽ എടുക്കണം. അപ്പോൾ ഇതിനെല്ലാം സാമ്പത്തികമായ ചെലവുകളുണ്ട്. അപ്പോൾ ആ ചെലവുകൾക്ക് വേണ്ടിയിട്ടൊരു ഏകദേശം ഒരു 1 കോടി രൂപ വരെയുള്ള ധനസഹായമാണ് സാധാരണഗതിയിൽ വേണ്ടി വരിക. അപ്പോഴാണ് നമ്മൾ നമ്മുടെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളായ KSIDC, KFC, സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട്, സ്റ്റാർട്ടപ്പ് ഇന്ത്യ ലോൺ, ഇങ്ങനെയുള്ള പല 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 സാമ്പത്തികമായ മെക്കാനിസംസ് വഴി നമുക്ക് ഈ 1 കോടി രൂപ വരെയുള്ള ധനസഹായം ഈ ആൾക്ക് അല്ലെങ്കിൽ ഈ സംരംഭകന് നേടിക്കൊടുക്കാൻ കഴിയും. വേറൊരു പദം സാധാരണ ഈ സ്റ്റാർട്ടപ്പ് വേൾഡിൽ കേൾക്കുന്ന ഒരു പദം എന്ന് പറയുന്നത് ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് എന്നാണ്. ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ മാലാഖ. അതായത് നമുക്ക് വേറെ കാശൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോൾ സെവിൽ ഒരു മാലാഖയെ പോലെ വന്ന് അല്പം കാശ് എനിക്ക് തരുന്നു. ആ കാശ് വെച്ച് ഞാൻ മാലാഖയോടൊപ്പം പറക്കുന്നു. അത്തരത്തിലുള്ള ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ ഈ എക്കോസിസ്റ്റത്തിൽ ഒരുപാട് പേരുണ്ട്. അത് ഒരുപാട് കാലം വർക്ക് ചെയ്ത് ബാങ്കിൽ അല്പം സമ്പാദ്യമുള്ള ആൾക്കാരായിരിക്കാം, ബിസിനസ്സുകാരായിരിക്കാം, സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കി നല്ല രീതിയിൽ വന്നിട്ടുള്ള ഫൗണ്ടേഴ്സ് ആയിരിക്കാം. അത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാർക്കും ഈ ഘട്ടത്തിൽ, അതായത് ഈ 15 മുതൽ 1 കോടി രൂപ വരെയുള്ള ഘട്ടത്തിൽ നിങ്ങളുടെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ അതിന് നമ്മൾ ചിലപ്പോൾ കമ്പനിയുടെ ഓഹരികൾ ഇവർക്ക് കൊടുക്കേണ്ടി വരും. അവിടെയാണ് നമ്മൾ വാല്യുവേഷൻ എന്ന് പറയുന്ന ടേം. അതായത് നിങ്ങളുടെ കമ്പനിക്ക് എന്ത് മൂല്യമാണുള്ളത്, അത് 1 കോടി രൂപയാണോ, 10 ലക്ഷം രൂപയാണോ, 50 ലക്ഷം രൂപയാണോ എന്നുള്ളത് നമുക്കൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കൊണ്ടോ ഒരു വാല്യുവേറ്ററിനെ കൊണ്ടോ നമുക്കത് ഡിസൈഡ് ചെയ്യേണ്ടി വരും. അതിനെ ബേസ് ചെയ്തായിരിക്കും എത്ര ഓഹരിയാണ് ഈ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കേണ്ടി വരിക എന്നുള്ള തീരുമാനത്തിലേക്ക് നമ്മൾ എത്തും. അത്തരത്തിൽ ഈ 1 കോടി രൂപ വെച്ച് നമ്മളൊരു ഡീസൻ്റ് ആയിട്ടുള്ള
ഒരു കമ്പനിയും ഒരു പ്രോഡക്റ്റും ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ലോക വിപണിയിലേക്ക് പോകണം. സ്കെയിൽ അപ്പ് ടു ദ നാഷണൽ ആൻഡ് ഗ്ലോബൽ. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഇത് എത്തിക്കണം, ലോകത്തെമ്പാടും ഇത് എത്തിക്കണം. ഇതാണ് നമ്മളുടെ ഒരു നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. അതിന് ഒരുപാട് പൈസ ചിലവ് വരും. അപ്പോൾ സാധാരണഗതിയിൽ അതൊരു $1 മുതൽ $2 മില്യൺ, അതായത് ഒരു 8 മുതൽ 16 കോടി രൂപ വരെയാണ് അത്തരത്തിലുള്ള സ്കെയിലപ്പിന് വേണ്ടി വരിക. അത് 2 രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഒന്ന്, സംസ്ഥാന സർക്കാർ തന്നെ രൂപീകരിച്ചിട്ടുള്ള ഫണ്ട് ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്ന ഒരു സ്കീമാണ്. ആ സ്കീമിൽ സർക്കാർ അല്പം പൈസ ഇടുകയും വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകൾ എന്ന് പറയുന്ന ഫണ്ടുകൾ അല്പം പൈസ ഇടും. അതായത് സംസ്ഥാന സർക്കാർ 10 കോടി രൂപ ഇടുന്നു, ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റും 10 കോടി രൂപ ഇടുന്നു. ഈ 20 കോടി രൂപയും ഇത്തരത്തിലുള്ള കേരളത്തിൽ രൂപാന്തരപ്പെട്ടു വരുന്ന കമ്പനികൾക്ക് വേണ്ടി ഉപയോഗിക്കണമെന്നുള്ളതാണ് അതിന്റെ മാൻഡേറ്റ്. അത്തരത്തിൽ ഏകദേശം 150 കോടി രൂപയോളം സർക്കാർ ഇതിനുവേണ്ടി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഓൾ ടുഗദർ ഒരു 300 കോടി രൂപ വളർന്നു വരുന്ന കമ്പനികൾക്ക് സഹായമായിട്ട് നൽകാൻ വേണ്ടിയുള്ള വ്യവസ്ഥകൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഇതൊന്നും നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് ചെയ്യണമെന്നല്ല പറയുന്നത്. ഈ ഓരോ ഘട്ടത്തിലും നിങ്ങൾക്ക് വേണ്ട സഹായം ഞങ്ങളെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ, എല്ലാ ഐഡിയകൾക്കും ഇതുപോലത്തെ സപ്പോർട്ട് കിട്ടുകയുമില്ല. നമുക്കൊരു വളരെ വിപണി മൂല്യമുള്ള നല്ല പ്രോഡക്റ്റുകൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ഫർദർ സപ്പോർട്ട്, കണ്ടിന്യൂഡ് സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെയെല്ലാം നിങ്ങളോടൊപ്പം സ്റ്റാർട്ടപ്പ് മിഷൻ ഉണ്ടാകും. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഏത് ആൾക്കാരെ കണക്ട് ചെയ്യണമെങ്കിലും ഞങ്ങൾ അതിന് സഹായിക്കും. ഇപ്പൊ ഈ പ്രോഗ്രാം കേൾക്കുന്ന വളരെ സാധാരണപ്പെട്ട ആളുകൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മത്സ്യത്തൊഴിലാളിയോ അങ്ങനെയുള്ള, അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് ഇപ്പൊ പെട്ടെന്ന് സാറ് പറഞ്ഞ പോലെ അത്രയും ചിലപ്പോൾ ഒരു എമൗണ്ട് ഓഫ് മണി ഇത് സ്റ്റാർട്ട് ചെയ്യാനോ മറ്റും കാണില്ല. അതിന് ഈ സംരംഭകനായി വരുന്ന ആൾക്ക് എന്തെങ്കിലും പ്രത്യേക നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അതോ ഐഡിയക്കാണ് അവിടെ പ്രിഫറൻസ് കൊടുക്കുക? ഐഡിയക്കാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുക. ഇപ്പം മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ഇവിടെ കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ്. കേരളത്തിൽ നിന്ന് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകളിലൊന്നാണ് ഫ്രഷ് ടു ഹോം എന്ന് പറയുന്ന ഒരു കമ്പനി. ഫ്രഷ് ടു ഹോം എന്താണ് ചെയ്യുന്നത്? വീട്ടിൽ നമുക്ക് ഡെലിവറി, കടലിൽ വെച്ച് തന്നെ എന്ത് മത്സ്യമാണോ അന്ന് നമ്മൾക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത് അതിനെ അവിടെ വെച്ച് തന്നെ ഓപ്ഷൻ ചെയ്ത് ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ അതിനെ ക്ലീൻ ചെയ്ത് അത് അതാത് ദിവസങ്ങളിൽ വീടുകളിലേക്ക് എത്തിച്ച് ഫ്രഷ് ആയിട്ട് കടലിൽ നിന്നുള്ള മത്സ്യത്തിനെ വീടുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ജോലിയാണ് ഫ്രഷ് ടു ഹോം എന്ന് പറയുന്ന കമ്പനി ചെയ്യുന്നത്. ആ കമ്പനിയുടെ വളർച്ച എന്ന് പറയുന്നത് അനിതര സാധാരണമായി. അത് ചിലപ്പോൾ ഒരു മത്സ്യത്തൊഴിലാളിയുടെ മനസ്സിൽ തോന്നാവുന്ന ഒരു ആശയമാണ്. എപ്പോഴും നമ്മൾ പറയുന്നത് എന്താണ്? കർഷകൻ അല്ലെങ്കിൽ തൊഴിലാളി ഒന്നുകിൽ മത്സ്യം പിടിക്കുന്നു, അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഉൽപ്പാദിപ്പിക്കുന്നു, അല്ലെങ്കിൽ മുട്ടകൾ ഉൽപ്പാദിപ്പിക്കുന്നു, വാട്ട് എവർ ഇറ്റ് ഇസ്. അവർക്കൊരിക്കലും കിട്ടേണ്ട വില ആ പ്രോഡക്റ്റിന് കിട്ടുന്നില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രോബ്ലമാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളുടെ പ്രസക്തി വരുന്നത്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം വഴി നമുക്ക് ഈ മത്സ്യത്തൊഴിലാളിക്കും കൂടുതൽ വേതനം ഉറപ്പുവരുത്താൻ കഴിയും, ആൾക്കാർക്ക് നല്ല മത്സ്യം ഉറപ്പുവരുത്താൻ കഴിയും, അതിലൊരു സ്റ്റാർട്ടപ്പ് ഐഡിയ ഉണ്ടാവും. അപ്പോൾ ഇത് ആരുടെ മനസ്സിൽ വേണമെങ്കിലും ഇത്തരം ആശയങ്ങൾ ഉണ്ടാവാം. എല്ലാവർക്കും ഈ ആശയങ്ങളെ പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന് വരില്ല. ആ പ്രാവർത്തികമാക്കണമെങ്കിൽ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അനിതര സാധാരണമായ നിശ്ചയദാർഢ്യമാണ്. അതായത് ഞാനിത് ചെയ്തേ അടങ്ങൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ. അത്തരത്തിലുള്ളൊരു നിശ്ചയദാർഢ്യം കൂടി നിങ്ങളുടെ കൈമുതലായിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ഓൾ ഇൻ പ്ലേസ് വന്നോളും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പൊ പറഞ്ഞ പോലെ നമ്മളൊരു സാധാരണ തൊഴിലാളി, നമ്മുടെ ആ ഒരു ലെവൽ അല്ല അതിനെ ഡിസൈഡ് ചെയ്യുന്ന. ആൾക്ക് മാത്രമേ സംരംഭകനാകാൻ കഴിയൂ എന്നില്ല. അത് നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ഉണർന്നും ചിലപ്പോൾ ഉറങ്ങിയും കിടക്കുന്ന ഒരു വാസനയാണ്. ഒരിക്കലും സംരംഭകരാവില്ല എന്ന് ഞാൻ കരുതിയിട്ടുള്ള പല ആൾക്കാരും വളരെ വളരെ നല്ല സംരംഭകരായി മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് എല്ലാവരും ബിടെക്കോ MBAയോ അല്ലെങ്കിൽ ഡോക്ടറേറ്റോ എടുത്ത ആൾക്കാരല്ല. സാധാരണ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായ ആൾക്കാരാണ് പലപ്പോഴും ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പിക്ക് ചെയ്യുന്നത്, നല്ല സംരംഭകരായി മാറുന്നത്. അപ്പോൾ ഇന്ന ആൾക്കേ ബിസിനസ് ചെയ്യാൻ കഴിയൂ എന്നുള്ള അതൊരു തെറ്റായ ബോധ്യമാണ്. ഇപ്പോൾ സാർ നോക്കിക്കാണുമ്പോൾ നമ്മുടെ ഈ സ്റ്റാർട്ടപ്പുകളുടെ ഒരു വളർച്ചയെ കേരളത്തിൽ സാർ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് ഈ കുറച്ചു കാലമായിട്ടുള്ളത്? അല്ല, കുറച്ചു കാലമായിട്ടല്ല. സ്റ്റാർട്ടപ്പ് മിഷൻ തുടങ്ങിയത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2016-17 സമയത്താണ്. അതായത് ഇപ്പോഴത്തെ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന ഫോമിൽ ഈ പ്രസ്ഥാനം തുടങ്ങുന്നത്. അപ്പോൾ അന്നു മുതൽ ഇന്നോളം സ്റ്റാർട്ടപ്പ് മിഷൻ വളരെ ഭംഗിയായി തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടോപ്പ് പെർഫോമർ, അതായത് ഇന്ത്യയിലെ സ്റ്റേറ്റ് റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ എന്നും കേരളം ടോപ്പ് പെർഫോമർ എന്നുള്ള പദവി നേടിയിരുന്നു. ഈ കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ നമ്മൾ ബെസ്റ്റ് പെർഫോമർ ആയിട്ടും അറിയപ്പെടും. അതായത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റം എന്നുള്ള രീതിയിൽ ഒരു സർക്കാർ ആവാസ വ്യവസ്ഥയുടെ ഭാഗത്ത് നിന്ന് കൊടുക്കാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും സ്റ്റാർട്ടപ്പ് മിഷന്റെ ഭാഗത്തു നിന്ന് ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കുള്ള ഒരു പ്രശ്നം എന്താ?
എന്താണ്, നമ്മൾ വളരെ പുരോഗമിച്ച ഒരു സൊസൈറ്റി, വളരെ പുരോഗമന ആശയങ്ങളുള്ള ഒരു സമൂഹമാണ് കേരളത്തിലെ സമൂഹം എന്ന് പറയുന്നത്. നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹ്യ സുരക്ഷ എന്ന് പറയുന്നത് മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും മെച്ചപ്പെട്ടതാണ്. നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സസ്, അതായത് ആൾക്കാർ ഇവിടെ ജീവിക്കുന്ന രീതി, ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് നമ്മൾ പറയും, അത് കേരളത്തിൽ മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും മെച്ചപ്പെട്ട ക്വാളിറ്റി ഓഫ് ലൈഫാണ് നമുക്കുള്ളത്. പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു വ്യാവസായിക വളർച്ച കേരളത്തിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം. അപ്പം ഞാൻ എപ്പോഴും അതിനെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു 10 വർഷം മുൻപേ വരെ, ഈവൻ ഇപ്പോഴും ഒരു ഭൂരിപക്ഷം വരുന്ന ആൾക്കാരും വിചാരിക്കുന്നത് എൻ്റെ കുട്ടി പഠിച്ചു കഴിഞ്ഞാൽ ഒരു ജോലിക്ക് പോകണം, അവന് അല്പം ഒരു വരുമാനം ഉണ്ടാകണം, ആ വരുമാനത്തിനെ ബേസ് ചെയ്ത് വേണം നമ്മൾ ബാക്കിയുള്ള ജീവിതം കെട്ടിപ്പടുക്കാൻ എന്നുള്ള ഒരു പൊതുബോധമാണ് നമ്മൾ കുട്ടികളിലേക്ക് എന്നും കടത്തിവിടുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഉള്ള ഒരു പൊതുബോധം എന്ന് പറയുന്നത്, ഒരു 12ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ പറ്റുമെങ്കിൽ നീ കടൽ കടക്കണം, നീ ന്യൂസിലൻഡിൽ പോകണം, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പോകണം, അല്ലെങ്കിൽ ലണ്ടനിൽ പോകണം, അവിടെ നീ പച്ച പിടിക്കണം. ഇതൊന്നും തെറ്റായ കാര്യങ്ങൾ എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എനിക്ക് ഈ വരുന്ന തലമുറയോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ മാർക്കറ്റാണ്. അത് എനിക്ക് യാതൊരു സംശയവും ഇല്ലാതെ പറയാൻ കഴിയും. ലോകത്തുള്ള സകല ലോക നേതാക്കന്മാരും ഇന്ന് ഇന്ത്യയിൽ വരുന്നു, സമയം സ്പെൻഡ് ചെയ്യുന്നു, ഇവിടുത്തെ മാർക്കറ്റ് പഠിക്കുന്നു, അവരുടെ പ്രോഡക്റ്റുകൾ ഇവിടെ വിൽക്കാൻ ശ്രമിക്കുന്നു. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിപണിയായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് മാറിയത്? കാരണം ഉയർന്ന വരുമാനമുള്ള ഒരു മധ്യവർഗം രൂപീകരിക്കപ്പെട്ടു വരുന്നു. അപ്പോൾ സ്പെൻഡ് ചെയ്യാനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വിൽക്കാൻ എല്ലാവരും ഉത്സുകരാണ്. അത് നമ്മൾ ആ വിപണി മനസ്സിലാക്കണം. ആ വിപണിക്കുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞാൽ മറ്റേതൊരു രാജ്യത്ത് പോയി നിന്നുണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ വെൽത്ത് നമുക്ക് ഉണ്ടാക്കാം. ആ വെൽത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നിടത്തോളം കാലം മറ്റേതൊരു രാജ്യത്ത് താമസിക്കുന്നതിനേക്കാളും നല്ലതായിരിക്കും നമ്മുടെ സ്വന്തം രാജ്യത്ത് താമസിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക്. കാരണം എല്ലാ കാലത്തും, കാരണം നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മലയാളി എപ്പോഴും ഒരു നൊസ്റ്റാൾജിക് ലോകത്താണ്. ഗൾഫിലാണെങ്കിലും US-ലാണെങ്കിലും യു കെയിലാണെങ്കിലും ആൾക്കാർ ഓണം ആഘോഷിക്കുന്നു, ക്രിസ്മസ് ആഘോഷിക്കുന്നു, ഇവിടെയുള്ള എല്ലാ വിഷു ആഘോഷിക്കുന്നു, ഇവിടെയുള്ള എല്ലാ ആഘോഷങ്ങളും അവരുടെ മനസ്സിലിങ്ങനെ അലയടിക്കുകയാണ്. അപ്പോൾ ഒരുതരം നൊസ്റ്റാൾജിക് വിഭ്രതിയിലാണ് എപ്പോഴും പ്രവാസി മലയാളികൾ, 1ാം ജനറേഷൻ, ഞാൻ ആദ്യത്തെ തലമുറക്കാരുടെ കാര്യം പറയുന്നത്, ജീവിക്കുന്നത്. അപ്പം നമുക്ക് ശരിക്കും നമ്മുടെ എല്ലാം ഉള്ളിൽ നാട്ടിൽ തന്നെ ജീവിക്കണമെന്നും അവിടെ തന്നെ നന്നായി ജീവിക്കണമെന്നുള്ള ആഗ്രഹം നമുക്കുണ്ട്. അതിനുള്ള ഒരു വലിയൊരു വാതായനമാണ് സംരംഭകത്വം എന്ന് പറയുന്നതെന്നാണ്. നമ്മൾ ഈ 10,000 രൂപയുടെ 20,000 രൂപയുടെ ജോലി കണ്ടെത്തുക എന്നുള്ളത് മാത്രമാവരുത് നമ്മുടെ ലക്ഷ്യം. അത് വേണം, വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങളൊരു സംരംഭകത്വം എന്ന് പറയുന്നത് അത്ര മോശം ഒരു ആശയമല്ല, അത് ഈ പറയുന്ന പോലെ പേടിക്കേണ്ട ഒരു കാര്യമല്ല എന്നുള്ളൊരു തോന്നൽ എല്ലാവരുടെയും, ഞാനത് പറയുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാർ മുതൽ ഹൈ ഫ്ലൈയിങ് എക്സിക്യൂട്ടീവ്സ്, അതായത് ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന, ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന വലിയ എക്സിക്യൂട്ടീവ്സ് വരെ അത്തരത്തിലുള്ളൊരു ഓപ്പൺനെസ്, നമുക്ക് വേണമെങ്കിൽ ഒരു കച്ചവടം തുടങ്ങാം, നമുക്ക് ഇവിടെ തന്നെ സുഖമായി ജീവിക്കാം, നല്ല രീതിയിൽ കാശുണ്ടാക്കാം എന്നുള്ള തോന്നലിനായി നിങ്ങളുടെ മനസ്സുകളൊന്ന് തുറന്ന് സജ്ജമാക്കി വെക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ സ്റ്റാർട്ടപ്പുകളിൽ ഈ നെറ്റ്വർക്കിംഗ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ ഒരു ഹോട്ടലിൽ പോകുമ്പോൾ നമുക്ക് 2 രീതിയിൽ ഒരാൾക്ക് ചായ തരാം. ഒന്ന്, നമ്മൾ പഴയ ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെ ചായ കൊണ്ടുവന്ന് അമർത്തി ടേബിളിലേക്ക് വെക്കാം, കുറച്ച് ചായ തെറിച്ചു പോവും, ഒന്നും മിണ്ടാതെ അത് കൊണ്ടുവരുന്ന ആളങ്ങ് പോകുന്നു. 2, ഒരാൾ വന്ന് സ്നേഹത്തോടെ നമ്മളോട് സംസാരിക്കുന്നു, എന്താണ് വേണ്ടതെന്ന് പറയുന്നു. ചായയാണ് കുടിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ സർ ഇവിടെ ഒരു സമൂസയുണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ പഴംപൊരി വളരെ ഫേമസ് ആണ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ പറയുന്നത് എന്നാൽ പിന്നാട്ടെ അതുകൂടെ നമുക്കൊന്ന് നോക്കാം എന്ന് പറയുന്നു. അപ്പോൾ അതൊരു കസ്റ്റമർ ഇൻറ്ററാക്ഷൻ, അതായത് ആൾക്കാരോട് പെരുമാറുന്ന രീതി, അത് നമ്മളുടെ ഓരോരുത്തരുടെയും അത്തരത്തിലുള്ള പെരുമാറ്റ രീതി മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങുകയും, ഈ ന്യൂക്ലിയർ ഫാമിലികളുടെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് ഒരു 4-5 പേരടങ്ങുന്ന ഒരു കുടുംബത്തിലേക്ക് നമ്മൾ ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഒരു കുഴപ്പം. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതോടെ നമ്മളുടെ ജീവിതം കുറേയൊക്കെ റീലുകളിലേക്കും ഫേസ്ബുക്കുകളിലേക്കും ഇൻസ്റ്റാഗ്രാമുകളിലേക്കും ഒതുങ്ങിപ്പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് കൂടി അവർ തമാശ പറയുന്നതും, അല്ലെങ്കിൽ അവരൊരുമിച്ച് അറിയാത്ത ആൾക്കാരുമായി ഇടപഴകുന്നു, ഈ സ്കില്ല് നമുക്ക് കുറച്ചുകൂടി വരേണ്ടതായിട്ടുണ്ട്. ആ സ്കില്ലാണ് കച്ചവടത്തിൻ്റെ ബേസിക് സ്കില്ലെന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ അങ്ങ് വലിയ മേന്മ വെച്ചായിരിക്കില്ല നമ്മുടെ അടുത്തൊരു കസ്റ്റമർ വരുന്നത്. ചിലപ്പോൾ ഒരു ഒരു തമാശ, അല്ലെങ്കിൽ ഒരു ചിരി, അല്ലെങ്കിൽ ഒരു ഹൃദ്യമായ പെരുമാറ്റം, ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ട് കൂടിയാണ് എപ്പോഴും കച്ചവടം പ്രോസ്പർ ചെയ്യുന്നത്. അപ്പോൾ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിംഗ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ഓരോരുത്തരും ബോധപൂർവമായൊരു ശ്രമം, അതായത് ഒരു ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരുമായി ഇടപഴകാനും സംസാരിക്കാനും അപരിചിതരുമായി ഇടപഴകാനുമുള്ള ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് തന്നെയാണ്. അത് ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ്
മാർക്കറ്റിംഗ് നടത്താൻ പറ്റും. പിന്നെ നമ്മുടെ സ്റ്റാർട്ടപ്പുകൾ ഇവിടെ നമ്മുടെ കേരളത്തിൽ ആരംഭിക്കുമ്പോൾ ബാക്കി സാറിനെ സംബന്ധിച്ച് നോക്കിക്കാണുമ്പോൾ ബാക്കി സ്റ്റേറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റാർട്ടപ്പിനെ ഫേവർ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത്? ഉന്നത വിദ്യാഭ്യാസം നേടിയ ജനത അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഏറ്റവും വലിയ സ്കിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അസറ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ആൾക്കാർ കേരളത്തിൽ കച്ചവടം ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത്. ഒന്ന്, ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള പൈസ, അതിദാരിദ്ര്യം എന്ന് പറയുന്നത് കേരളത്തിൽ നിലവിലില്ല. എല്ലാവർക്കും ഡീസൻ്റായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം, എല്ലാവർക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 90% ആൾക്കാർക്ക് ഡീസൻ്റായിട്ട് ജീവിക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി കേരളത്തിൽ ഉണ്ടാകുന്നു. രണ്ട്, ഒരു മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അതായത് എല്ലാവരും തന്നെ ഒരു ഡിഗ്രി വരെയൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് ഇപ്പം നമ്മൾ കൂടുതലും, അല്ലെങ്കിൽ ITI അല്ലെങ്കിൽ പോളിടെക്നിക്ക് അല്ലെങ്കിൽ ഡിഗ്രി, ഇത്തരത്തിൽ വിദ്യാഭ്യാസം നേടിയ ഒരു യുവതലമുറ നമ്മുടെ മുന്നിലുണ്ട്. മൂന്ന്, ലോജിക്കൽ സ്കിൽസ്, മാത്തമാറ്റിക്കൽ സ്കിൽസ്, കണക്ക് കൂട്ടാനും കഴിക്കാനും അക്കൗണ്ടിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനും ഉള്ള ഒരു ബൗദ്ധികമായ ഒരു കഴിവ് കൂടി മലയാളിക്കുള്ളതായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ടൊക്കെ ബോംബെയിലും പിന്നീട് ഗൾഫിലും ഒക്കെ ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റിംഗ് ജോബ്സ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു സ്കില്ല് നമുക്കുണ്ട്. നമുക്കില്ലാത്തത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു എൻ്റർപ്രനോറിയൽ, അതായത് ഒരു സംരംഭകനാവാനുള്ള അല്ലെങ്കിൽ റിസ്ക് എടുക്കാനുള്ള നമ്മുടെ മെൻറ്റാലിറ്റി പൊതുവെ അല്പം താഴോട്ടാണ്. ആദ്യം സെവിൽ ചോദിച്ച ചോദ്യം തന്നെയാണ്, ഇതിൽ ഒരുപാട് റിസ്ക് ഇല്ലേ? എന്തിലാണ് റിസ്ക് ഇല്ലാത്തത്? നമ്മുടെ ജീവിതത്തിൽ റിസ്ക് ഇല്ലേ? നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ റിസ്ക് ഇല്ലേ? നമ്മളൊരു ഫ്ലൈറ്റിൽ കയറിയിരിക്കുമ്പോൾ റിസ്ക് ഇല്ലേ? എല്ലായിടത്തും റിസ്കുകളല്ലേ ഉള്ളത്, അല്ലേ? അപ്പോൾ അതുപോലെയുള്ള റിസ്ക് ഇതിനകത്തും ഉണ്ട്. പക്ഷേ എന്താ നമ്മൾ ചെയ്യുന്നത്? സൂക്ഷിച്ച് വണ്ടി ഓടിക്കും എന്ന് പറയുന്ന പോലെ നമ്മൾ സൂക്ഷിച്ച് കച്ചവടം ചെയ്യുക, അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക, നമ്മുടെ ഫോക്കസ് അതിൽ തന്നെ നിലനിർത്തുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മറ്റേതൊരു ജോലിയും പോലെ തന്നെയാണ് ഒരു ബിസിനസ് തുടങ്ങുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാനാണെങ്കിൽ നമ്മൾ ആ കച്ചവടം ചെയ്യാം എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ ആദ്യം ഓപ്പണാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ CEO അനൂപ് അംബികയുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഈ അഭിമുഖത്തിന്റെ അവസാന ഭാഗം അടുത്ത ശനിയാഴ്ച ഇതേ സമയം കേൾക്കാം. നിർവഹണം സെവിൽ ജിഹാൻ. നിർവഹണ സഹായം സുനിത ആനന്ദ്.